ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോഹയെക്കുറിച്ചിട്ടാണ്. നോഹ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നോഹ എന്ന് പറയുന്നത്. ദൈവം എന്താണോ പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ തയ്യാറുള്ളൊരു വ്യക്തി. ദേശം പാപം കൊണ്ട് വഷളായപ്പോൾ, ജനം അതിക്രമം കൊണ്ട് വഷളത്വം കൊണ്ട് മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ അരുളപ്പാട് നോഹയ്ക്കുണ്ടായി. ഞാൻ പറയും പോലെ നീ ഇത് ചെയ്യണം. നീ എന്ത് ചെയ്യണം? ഒരു പെട്ടകം ഉണ്ടാക്കണം. വെറുമൊരു പെട്ടകം ആയിരുന്നില്ല അത്, മറിച്ച് അതിന് പ്രത്യേക നീളവും വീതിയും എല്ലാം ഉണ്ടായിരുന്നു. തൽഫലമായി നോഹ അതിൻ പ്രകാരം ഒരു പെട്ടകം പണിയുവാനായിട്ട് ഇടയായിത്തീർന്നു. എല്ലാവരെയും വിളിച്ച് നോഹ ഈ പെട്ടകത്തിൽ കയറണം. ദൈവം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. നമ്മുടെ ദേശമെല്ലാം പാപം കൊണ്ട് വഷളായിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? ഒരു മനുഷ്യനും അത് ചെവി കൊണ്ടില്ല. തുടർന്ന് താനും തൻ്റെ കുടുംബവും മാത്രമായി ആ പെട്ടകത്തിൽ കയറി. തൽഫലമായി ഉടൻ തന്നെ ആ പെട്ടകത്തിൻ്റെ ഡോർ ക്ലോസായി. പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾക്ക് അവർക്കും അറിയാം. തൽഫലമായി ദേശത്ത് 40 ദിവസം രാവും പകലുമായി മഴ പെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് ഫ്ലഡും തൽഫലമായി സകലതും നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫ്ലഡിനെ പറ്റി. അവർക്കെല്ലാം നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. എന്നാൽ ദൈവം എന്താണോ പറഞ്ഞത് അത് അനുസരിക്കുവാനായി ഇടയായിത്തീർന്നൊരു വ്യക്തിയാണ് നോഹ. അതുകൊണ്ട് തന്നെ തന്നെയും കുടുംബത്തെയും ദൈവം അതിന് വിട്ടുകൊടുത്തില്ല. ആ ഒരു പ്രളയത്തിലേക്ക് വിട്ടുകൊടുത്തില്ല. ആ നാശനഷ്ടത്തിലേക്ക് വിട്ടുകൊടുത്തില്ല. ആ നോഹയെ ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു. ആ നോഹയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെല്ലാം ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നമുക്കിതിലൂടെ കാണാൻ കഴിയും. ദൈവം എന്താണോ നമ്മളോട് അരുളി ചെയ്യുന്നത് അത് എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കുവാനിടയായിത്തീരണം. ഉള്ളവരായിരിക്കണം, അല്ലേ? അനുസരണശീലം. ദൈവം എന്താണോ നമ്മളോട് അരുളി ചെയ്യുന്നത്, ദൈവം എന്താണ്, നീ അത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകരുത്. നമ്മളോട് ദൈവം സംസാരിക്കുന്നത് നീ പോകരുത്, നീ അത് ചെയ്യത്. ദൈവഹിതമുള്ളത് മാത്രം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അത് നമ്മളെന്ത് ചെയ്യുക? ക്ഷമയോടെ അത് അനുസരിക്കുവാനായിട്ട് ഇടയായിരുന്നു. അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.